ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ ഏതൊരു കണ്ടസ്റ്റന്റിനെയും പോലെയാണ് നോറയും. എല്ലാ മനുഷ്യർക്കും ഒരു സ്വകാര്യ ജീവിതം ഉണ്ടാകും. അത് പബ്ലിക്കലി ഒരു പരിധിയിൽ കൂടുതൽ പറയാൻ ആരും ഇഷ്ടപ്പെടാത്തതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പരിധി വിട്ട് നമ്മൾ പ്രേക്ഷകർ ചികഞ്ഞു നോക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഷോയ്ക്കകത്തുള്ള അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നതാവും ഏറ്റവും ഉചിതം. സത്യത്തിൽ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് 4ാമത്തെ സീസണോടുകൂടി പഠിച്ചൊരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ടുകൂടി പറയാം, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും സ്വകാര്യ ജീവിതത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇപ്പോൾ നോറയുമായി ബന്ധപ്പെട്ട് നോറയുടെ ഹസ്ബൻഡിൻ്റെ ഒരു വീഡിയോ ഞാനും കണ്ടിരുന്നു. പുള്ളിയുടെ വേർഷനാണ് പറയുന്നത്. തീർച്ചയായിട്ടും നോറ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിഗ് ബോസിൽ പറയുകയാണെങ്കിൽ അവരുടെ ഭാഗമായിരിക്കും അവരും പറയുക. ഹസ്ബൻഡും വൈഫും രണ്ടുപേരും വേർപിരിയലിൻ്റെ വക്കിലെത്തുമ്പോൾ അല്ലെങ്കിൽ വേർപിരിയാനായിട്ട് തയ്യാറാവുകയോ വേർപിരിയുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോഴായിരിക്കുമല്ലോ അത്തരം ഒരു ഡിസിഷനിലേക്ക് പോവുക. അതിനർത്ഥം രണ്ടുപേർക്ക് യോജിച്ചു പോകാൻ കഴിയില്ല, വ്യത്യസ്തമായ ധ്രുവങ്ങളിലായിരിക്കും രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും പിരിയുന്ന അല്ലെങ്കിൽ പിരിയാൻ പോകുന്ന രണ്ടുപേര് മറ്റൊരാളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും കഴിയില്ല. രണ്ട് വ്യക്തികൾക്കിടയിൽ നടന്ന സ്വകാര്യമായ വിഷയങ്ങളിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് അന്യായം എന്ന് പറയാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. കോടതികൾക്ക് പോലും ഇത്തരം കേസുകളിൽ വിധി പ്രസ്താവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് എന്നിരിക്കെ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ വീഡിയോയുടെയോ ഒരു പോസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലുള്ള തുറന്നു പറച്ചിലിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ഓഡിയൻസിൽ നമുക്ക് ആർക്കും തീരുമാനിക്കാൻ പറ്റില്ല ആരാണ് ശരി ആരാണ് തെറ്റെന്ന്. മാത്രമല്ല, നോറയുടെ മുൻ ഭർത്താവ് എന്ന് പറയുന്നതിനകത്ത് നേരത്തെ ഞാൻ അങ്ങനെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു, ക്ഷമിക്കുക, മുൻ ഭർത്താവ് അദ്ദേഹം പറയുന്നത് നോറ സോഷ്യൽ മീഡിയയിൽ നിന്ന് പണം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ അത്ര വലിയ പൈസയൊന്നും കിട്ടിയിട്ടില്ല, ഫേസ്ബുക്കിൽ ഫോളോവേഴ്സ് ഇല്ല, യൂട്യൂബിൽ ഫോളോവേഴ്സ് കുറവാണ്. നമുക്കറിയില്ലെന്നേ, അത് അദ്ദേഹത്തിൻ്റെ വെർഷൻ പറയാനുള്ള സ്വാതന്ത്ര്യം ആ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിനെ അറിയാവൂ എന്താണ് സംഭവിച്ചതെന്ന് വസ്തുത, നോറയ്ക്കേ അറിയാവുള്ളൂ. അവരുടെ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യമാണ്. അത് നമുക്ക് ഷോയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഇടപെടേണ്ട ഒരു വിഷയമേ അല്ല, ഷോയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. എല്ലാ മനുഷ്യർക്കും പേഴ്സണൽ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ചിലർ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാ കാലവും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരൊന്നുമല്ല. ജീവിതത്തിൽ പാപം ചെയ്യാത്ത അല്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ആരാണുള്ളത്? ഒരു തെറ്റെങ്കിലും ചെയ്യാത്ത ആരെങ്കിലും ഈ നാട്ടിൽ ഈ ലോകത്തുണ്ടോ? അങ്ങനെ ഉണ്ട്. 100% ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുള്ളവർ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെറുതോ വലുതോ ഒരു തെറ്റെങ്കിലും ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ മറ്റുള്ളവരെ ഒരു പരിധി വിട്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊരു ഷോയെ വിമർശിക്കുന്നത് ആ ഷോയുടെ മാത്രം പെർസ്പെക്റ്റീവിലാണ്. ആ ഷോയ്ക്കകത്തുള്ള അവരുടെ പ്രവൃത്തികളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് പരിധി വിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. മാത്രമല്ല, നോറയെക്കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിക്കാനിടയുള്ള തരത്തിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർ ഏതോ ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണം, എങ്ങനെ കഴിയണമെന്ന് അവരല്ലേ തീരുമാനിക്കേണ്ടത്. മൂന്നാമതൊരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാതെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ ക്രിമിനൽ കുറ്റങ്ങളോ അങ്ങനെ ഒന്നും ചെയ്യാതെ സ്വന്തം ജീവിതം ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലെ എല്ലാവർക്കുമുണ്ട്, നോറയ്ക്കുമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുമ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇനിയും ഉയർന്നു വരും. കണ്ടസ്റ്റൻസ് അകത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ പ്രേക്ഷകരുടെ പിന്തുണ കുറയ്ക്കാനായിട്ട് പല കണ്ടസ്റ്റൻസിനെയും കുറിച്ചും വിവാദങ്ങൾ ഉണ്ടാകും. തീർച്ചയായും ചിലതിലൊക്കെ ഗൗരവകരമായ കാര്യങ്ങളും ഉണ്ടാകാം. മുൻകാലങ്ങളിലും അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഒരാളുടെയും പാസ്റ്റ് പോയി നോക്കി ചികഞ്ഞ് നോക്കിയിട്ടല്ല നമ്മളാരും ബിഗ് ബോസിലെ ഗെയിമിനെ വിലയിരുത്തേണ്ടത്. ചിലപ്പോൾ ഇതേ ഞാൻ നാളെ നോറ ബിഗ് ബോസിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ നോറ എടുക്കുന്ന ഒരു നിലപാടിൻ്റെ പേരിലോ അവരുടെ ഒരു ആക്ടിൻ്റെ പേരിലോ നിശ്ചിതമായി അവരെ വിമർശിച്ച് ചിലപ്പോൾ വീഡിയോ ഇട്ടേക്കാം. അത് ആ ഷോയ്ക്കകത്ത് നടക്കുന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇന്നലകളിൽ നോറ എന്താണെന്നോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഇനി നാളെ എന്താകുമെന്നോ അന്വേഷിക്കേണ്ട യാതൊരു കാര്യവും നമുക്കില്ല. നമ്മൾ ഷോ കാണുന്നു, ഷോയെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. അല്ലാതെ നോറയുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ പോകുന്നത് ഒട്ടും ഉചിതമായ ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നോറയുടേതെന്നല്ല, ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും. അപ്പം അതുകൊണ്ട് തന്നെ ദയവായി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുണ്ടാവുന്ന വിവാദങ്ങൾ നമ്മൾ കയറി പിടിക്കേണ്ടതുണ്ടോ? നോറയുടെ ആ ഒരു വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ധാരാളം അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു പേഴ്സണലി നമ്മൾ പോകുന്നത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിലുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം.